നമസ്കാരം. ലോകത്തെ ആശങ്കയിലാഴ്ത്തിക്കൊണ്ട് റഷ്യ തങ്ങളുടെ ആണവ പ്രതിരോധ സേനയുടെ പരിശീലനം ആരംഭിച്ചിരിക്കുന്നു. US ഏർപ്പെടുത്തിയ ശക്തമായ ഉപരോധങ്ങൾക്കും ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ച റദ്ദാക്കിയതിനും പിന്നാലെയാണ് റഷ്യയുടെ ഈ നീക്കം. ഡൊണാൾഡ് ട്രംപും വ്ളാദിമിർ പുടിനും തമ്മിൽ ഹംഗറിയിലെ ബുദാപെസ്റ്റിൽ വെച്ച് നടക്കാനിരുന്ന നിർണായകമായ കൂടിക്കാഴ്ച ട്രംപ് റദ്ദാക്കിയതാണ് നിലവിലെ സംഭവവികാസങ്ങൾക്ക് വേഗം കൂട്ടിയത്. യുക്രൈൻ റഷ്യൻ യുദ്ധത്തിന് ഒരു പരിഹാരമുണ്ടാകുമെന്ന ലോകത്തിന്റെ പ്രതീക്ഷകൾക്കാണ് ഇതോടെ തിരിച്ചടിയായത്. റഷ്യയുമായി ഫലവത്തല്ലാത്ത കൂടിക്കാഴ്ചകൾ ആവശ്യമില്ലെന്നാണ് കൂടിക്കാഴ്ച റദ്ദാക്കിയതിന് കാരണമായി ട്രംപ് അറിയിച്ചത്. റഷ്യൻ പക്ഷത്തു നിന്നും ഈ കൂടിക്കാഴ്ചയ്ക്ക് വലിയ പ്രാധാന്യം നൽകിയിരുന്നു. ഇത്തരം ഉന്നതതല കൂടിക്കാഴ്ചകൾ പുടിന്റെ വിശ്വാസ്യത വർദ്ധിപ്പിക്കുമെന്നും യുക്രൈൻ വിഷയം ഒരു സങ്കീർണമായ ഭൗമരാഷ്ട്രീയ പ്രശ്നമായി ലോകം കാണുമെന്നും റഷ്യ കണക്കുകൂട്ടി. കൂടിക്കാഴ്ച റദ്ദാക്കിയതിന് പിന്നാലെ റഷ്യയുടെ പ്രധാനപ്പെട്ട 2 സ്വകാര്യ എണ്ണ കമ്പനികൾക്കെതിരെ ട്രംപ് ഉപരോധങ്ങൾ ഏർപ്പെടുത്തി. ഈ കമ്പനികളുമായി ഇടപാട് നടത്തുന്ന മറ്റു ബാങ്കുകൾക്കും സ്ഥാപനങ്ങൾക്കുമെതിരെയും ഉപരോധം ഏർപ്പെടുത്താനുള്ള സാധ്യത അദ്ദേഹം മുന്നോട്ട് വെച്ചു. ഈ സാഹചര്യത്തിൽ യൂറോപ്യൻ യൂണിയൻ റഷ്യൻ എണ്ണ വിഷയത്തിൽ ആദ്യമായി ചൈനയ്ക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തിയെന്നത് ശ്രദ്ധേയമാണ്. സർക്കാർ കമ്പനികളെ മാത്രമല്ല, സ്വകാര്യ സ്ഥാപനങ്ങളെയും വ്യക്തികളെയും ലക്ഷ്യമിട്ടുള്ള കൂടുതൽ ഗൗരവകരമായ നടപടികളാണ് യൂറോപ്പും US ഒരുമിച്ച് സ്വീകരിക്കുന്നത്. ഈ ഉപരോധങ്ങൾ പുടിന് വലിയ തിരിച്ചടിയായതോടെയാണ് ഇതിനുള്ള മറുപടി എന്ന നിലയിൽ ആണവ പ്രതിരോധ സേനയോട് എത്രയും വേഗം പരിശീലനം തുടങ്ങാൻ അദ്ദേഹം ഉത്തരവിട്ടത്. ലോകത്തിനു മുന്നിൽ തങ്ങളുടെ സൈനിക ശേഷി പ്രദർശിപ്പിച്ചുകൊണ്ട് റഷ്യ ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലുകളും പരീക്ഷിച്ചു. ഏറ്റവും നിർണായകമായ നീക്കമായി റഷ്യ നടത്തിയത് സൈനേവ മിസൈലിന്റെ വിക്ഷേപണമാണ്. ഇത് ഒരു അന്തർവാഹിനിയിൽ നിന്ന് ബാരൻസ് കടലിനടുത്ത് വെച്ചാണ് വിക്ഷേപിച്ചത്. അമേരിക്കൻ ടെറിട്ടറിയായ അലാസ്കയ്ക്ക് വളരെ അടുത്താണ് ഈ പ്രദേശം. തങ്ങൾക്ക് ഇനിയും ഒരുപാട് വഴികളുണ്ടെന്ന് റഷ്യ US നൽകുന്ന വ്യക്തമായ സന്ദേശമാണിത്. റഷ്യയും US തമ്മിലുള്ള പിരിമുറുക്കം ഇന്ന് വളരെ ഉയർന്ന നിലയിലാണ്. പെട്ടെന്നൊരു ബ്രേക്കിംഗ് പോയിന്റ് ഈവന്റ് ഉണ്ടാകാനുള്ള സാധ്യത ലോക നേതാക്കൾക്ക് മുന്നിലുണ്ട്. ലോകമെമ്പാടുമുള്ള ഈ അരക്ഷിതാവസ്ഥയുടെ പ്രധാന സൂചനയാണ് സ്വർണ്ണവിലയിലുണ്ടായ കുതിച്ചുചാട്ടം. ലോകത്തിൽ അനിശ്ചിതത്വം വർദ്ധിക്കുമ്പോൾ നിക്ഷേപകർ അവരുടെ പണം സുരക്ഷിതമായ സ്വർണത്തിലേക്ക് മാറ്റിവെക്കാൻ ശ്രമിക്കുന്നു. കൂടുതൽ ശ്രദ്ധേയമായ കാര്യം റഷ്യയുടെ ഈ ആണവ പരിശീലനം വെറുതെ സംഭവിച്ചതല്ല എന്നതാണ്. നേറ്റോ അടുത്തിടെ നടത്തിയ സ്റ്റെഡ്ഫാസ്റ്റ് നൂൺ എന്ന ആണവ പരിശീലനത്തിനുള്ള വ്യക്തമായ മറുപടിയായാണ് റഷ്യയുടെ ഇപ്പോഴത്തെ നീക്കം.